ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു തനൂസ് കിച്ചൺ. എല്ലാ കൂട്ടുകാർക്കും തനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഇടിയൻ ചക്ക കൊണ്ടിട്ടുള്ള ഒരു മസാല കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളവർ ഇത് തയ്യാറാക്കി നോക്കുക, ഇടിയൻ ചക്ക മസാല കറി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിന്ന് ഇടിയൻ ചക്ക മസാലക്കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചക്ക എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇടിയൻ ചക്ക എന്ന് പറയുമ്പോൾ അധികം മൂക്കാത്ത ചക്ക വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതിന്റെ കുരുവൊന്നും അധികം പാകമായിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചക്ക കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള വൈറ്റ് കളറിൽ വരുന്ന ഭാഗം ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ചിരട്ടയുടെ മൂട് ഭാഗം കൊണ്ടോ നന്നായിട്ട് അത് കളഞ്ഞ് എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഞാൻ റൗണ്ടിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം, ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാം. അതിൽ ആ മുള്ള് മാത്രം കളഞ്ഞെടുത്താൽ മതി. ബാക്കി എല്ലാ ഭാഗവും നമുക്ക് ഉപയോഗിക്കാം. കാര്യം അധികം മൂക്കാത്ത കുരുവൊന്നും പാകമാകാത്ത ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ചക്ക എടുക്കുന്നത്. അപ്പോൾ ദാ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഞാനിവിടെ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൽ ഒരു വിസിലൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. എല്ലാ കഷ്ണങ്ങളും കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദാ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഞാനത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഒരു വിസിലിന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കുക്കറിന്റെ വിസിലെല്ലാം പോയിട്ടുണ്ട്. നമുക്കിതിനി ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറി തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് എടുക്കുന്നില്ല. കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ ഇതിപ്പോൾ കറി വെക്കാൻ വേണ്ടി എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ഞാനൊരു മൺചട്ടിയിലേക്കാണ് മാറ്റുന്നത്. നിങ്ങൾ ഏത് കറി വെക്കാൻ ഏത് പാത്രമാണ് യൂസ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് മാറ്റാട്ടോ. അപ്പോൾ ദാ ഇത്രയും ഞാൻ കറിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തരച്ചെടുക്കണം. അതിനുവേണ്ടി തേങ്ങ എടുത്തു വെക്കാം. ഇപ്പോൾ തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു തേങ്ങ ചിരകിയത്, പിന്നെ ചുവന്നുള്ളി ഒരു 5-6 ചുവന്നുള്ളി, പിന്നെ ഒരു ചെറിയ കുടം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടത്. അത്രയും ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം തേങ്ങ ചേർക്കാനായിട്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതിയാകും. തേങ്ങ കരിഞ്ഞു പോവാതെ നോക്കണം. നന്നായിട്ട് വറുത്ത് എടുക്കണം. ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടായിരുന്നു ഞാൻ നമ്മുടെ ചക്ക വേവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. പിന്നെ ഈ മഞ്ഞൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞളായതുകൊണ്ട് ഇത് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാകും. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ പാക്കറ്റ് മേടിക്കുന്ന മഞ്ഞൾപ്പൊടിയേക്കാളും കുറച്ച് അളവ് ചേർത്താൽ മതിയാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനെയുള്ള മഞ്ഞളല്ല, കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞളാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാട്ടോ. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ 3 പൊടികളും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം, അതിൻ്റെ ആ റോസ് സ്മെല്ലെല്ലാം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കുറച്ച് വേണം വെക്കാനായിട്ട് പൊടികൾ ചേർക്കുമ്പോഴേക്ക്. ഇനി തേങ്ങയും പൊടികളും ഒന്ന് മൂത്ത് വരട്ടെ.
പിന്നെ ഞാൻ ഈ മിക്സിലേക്ക് ഉപ്പ് ചേർക്കാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. നമ്മൾ ചക്ക ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചത്, എന്നിരുന്നാലും അതിലെ പകുതിയായിരുന്നല്ലോ എടുത്തത്. അപ്പോൾ ഈ തേങ്ങയിലേക്കുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊരല്പം വെള്ളമൊക്കെ ചേർത്ത് ഒക്കെയല്ലേ അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് കൂടി പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഇടിയൻ ചക്ക വെച്ചിട്ടുള്ള തോരൻ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ചക്കയുടെ സീസണിൽ ഇടിയൻ ചക്ക തോരൻ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ റെസിപ്പി ഒന്ന് കണ്ടു നോക്കുക, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ അതിന്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടിയൻ ചക്ക തോരനും അതുപോലെ തന്നെ ചക്ക കറി, ചക്ക അട എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ തനൂസ് കിച്ചണിൽ. അതെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ചക്ക വെച്ചിട്ടുള്ള റെസിപ്പീസ് ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് അത് അവൈലബിൾ ആയിട്ടുള്ള ആളുകൾക്ക് അതെല്ലാം ഉണ്ടാക്കാനായിട്ട് റെസിപ്പി നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് പറയാട്ടോ. ചക്ക അട ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ചക്ക പായസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് ചൂടാറിയതിനു ശേഷം അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചാറിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർക്കാം. അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളകും ഒന്ന് കീറിയിട്ട് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചക്കത്തോരൻ വെക്കുന്നത് പോലെ ഈ വേവിച്ചിട്ടൊന്നും ഉടച്ചൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാകും. ഇതൊന്ന് തിളച്ചു വരട്ടെ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് താളിച്ചെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതൊരു മസാലക്കറിയാണല്ലോ, അപ്പോൾ കുരുമുളക് പൊടി അതുപോലെ തന്നെ ഒരല്പം ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ഫ്ലെയിം കൂട്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത്. തേങ്ങ നമ്മൾ ഓൾറെഡി വറുത്തതാണല്ലോ. പൊടികളെല്ലാം മൂത്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ കറിയിലേക്ക് ചേർത്തത്, വറുത്തരച്ചതായതുകൊണ്ട്. പിന്നെ പൊടികളുടെ എല്ലാം ഇപ്പോൾ തേങ്ങയുടെ ഒന്നും പച്ച മണം മാറാൻ വേണ്ടി നിൽക്കണ്ട. ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതിയാവും. ഇതാ നമ്മുടെ കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് താളിച്ചെടുക്കാം. തളിക്കാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്ക് 3-4 വറ്റൽമുളക്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി കൂടി വട്ടത്തിലരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഉള്ളി മൂത്ത് വരുമ്പോഴേക്ക് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ കറിക്ക്. ഇപ്പൊ എരിവിന് ഞാൻ മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി എരിവ് കറി നോക്കിയിട്ട് കുറച്ചുകൂടി എരിവ് ആവശ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി ചേർത്താൽ മതി, നമ്മുടെ എരിവുള്ള മുളക് പൊടി. ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്, അതിന് എരിവ് കുറവാണ്. നമ്മുടെ കാശ്മീരി മുളക് പൊടിക്ക് കുറച്ച് മൂപ്പ് കൂടുതലുണ്ട് സാധാരണ പൊടികളെക്കാളും. അപ്പോൾ ഒരു ഇച്ചിരി നേരം കൂടി ഇതൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ചെറിയ തീയിലിട്ട് കൊടുക്കണം. ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ദാ നമ്മുടെ ചക്ക മസാല കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക്